സ്ഥാനാർത്ഥി മൂന്ന് സ്ഥാനാർത്ഥി നല്ല തിരക്കടില്ലാത്ത സ്ഥാനാർത്ഥി. പറയാന് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നു, ഇപ്പൊ എല്ലാ ജനപ്രതിനിധികളും വരുന്നു വോട്ട് പണിക്കാൻ. പക്ഷെ ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഒരു ഫ്ലൈ ഓവർ ആണ്, റെയിൽവേ ട്രാക്കിൽ. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതുവരെ ഇതിനു വേണ്ടി ആരും ഒരു ശ്രമം ചെയ്തിട്ടില്ല. ഒരു ഫ്ലൈ ഓവറിന്റെ ആവശ്യമുണ്ട്, അതിന് ആര് ചെയ്താലും അവർക്കാണ് വോട്ട് കൊടുക്കണം. ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വികസനം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം UDF ആണ്. അപ്പൊ അവരുടെ വികസനമായിട്ട് എന്തോ കാര്യമൊന്നുമില്ല. എന്താണ് കുറെ വർഷങ്ങളായി ഇവിടെ ഈ മണ്ഡലത്തെ ഭരിക്കുന്ന ലീഗാണ് സ്ഥാനാർത്ഥി. ആ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വികസനം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എന്തിലിപ്പോ മൂന്ന് സ്ഥാനാർത്ഥിമാരുണ്ട്. മൂന്ന് സ്ഥാനാർത്ഥിമാരായിട്ട് ഇപ്പൊ മത്സരിക്കുന്നു. KR ജയാനന്ദൻ, AK മസ്റഫ്, സുരേന്ദ്രേട്ടൻ. മൂന്നാളും നല്ല സ്ഥാനാർത്ഥികളാണ്, തിരക്കടില്ല സ്ഥാനാർത്ഥി. പക്ഷെ ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പറയേണ്ട ആള് ഞാനൊന്നുമല്ല. ഇത് നല്ല വീട് ജയിച്ചിട്ടുള്ള AK മസ്റഫാണ്. മൊത്തം തിരക്കടില്ല, ആള് തിരക്കടില്ല. പാർട്ടിയാന്ന് ലീഗാണ് അയാളത്. ആള് തിരക്കടില്ല, ആള് നല്ല ടോപ്പാ. നല്ല കാര്യങ്ങൾ ചെയ്തിനി എല്ലാവർക്കും ഇത്. അതേപോലെ KR ജയാനന്ദൻ ഇപ്പൊ ആദ്യമായിട്ട് മത്സരിക്കുന്ന ആള്, അയാളും അങ്ങനെ ആള് തിരക്കടില്ല. സുരേന്ദ്രൻ മറ്റേ ഇവിടുത്തെ ആളല്ല, ഈ രണ്ടാളും ഇവിടുത്തെ ആള്. മറ്റേ ഞങ്ങളെ AK മസ്റഫും KR ജയാനന്ദനും ഇവിടുത്തെ ആള്, ഞങ്ങളെ മണ്ഡലത്തിന്റെ ആൾ തന്നെ. പക്ഷെ ഇയാള് സുരേന്ദ്രേട്ട ഇവിടുത്തെ ആളല്ല. അയാൾ കുറച്ച് ദൂരത്തുനിന്ന് അങ്ങോട്ട് കോഴിക്കോട് നേടുന്ന വന്നാണ്. ഇവിടെ 3 പ്രാവശ്യം മത്സരിച്ച് തോറ്റിട്ട് പോയി. പിന്നെ തിരിച്ചു ഇങ്ങോട്ടില്ല. ഇപ്പൊ വീണ്ടും 4ാമത്തെ പ്രാവശ്യം മത്സരിക്കാൻ വന്നിട്ടുണ്ട്. പറയാൻ പറ്റുന്നില്ല എന്ത്. ഇപ്പൊ മത്സരം ഉണ്ട്. ഇത് ഇപ്പൊ ഓരാണ് മത്സരം കൂടുതലും. ലീഗുമായിട്ടും BJP ആയിട്ടാണ് ഇടുക. 2ാം സ്ഥാനം BJP ഉള്ളത്, 1ാം സ്ഥാനമാണ് ലീഗ് ഉള്ളത്. അപ്പൊ ഒരു 2ആളായിട്ട് മത്സരം. പിന്നെ ഇടതുപക്ഷം KR ജയാനന്ദൻ 3ാം സ്ഥാനത്തുള്ളത്. പിന്നെ വോട്ട് പിടിക്കില്ലോ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. മൂന്ന് സ്ഥാനാർത്ഥി നല്ല തിരക്കടില്ലാത്ത സ്ഥാനാർത്ഥി. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ടൈറ്റ് മത്സരമായിരുന്നു. AK മസ്റഫും സുരേന്ദ്രൻ ടൈറ്റ് മത്സരമായിരുന്നു കഴിഞ്ഞ കുറി. ചെറിയ വോട്ടിന് 200 ചില വോട്ടിന് എന്തോ അപ്പുറം ഇപ്പുറം ഉള്ളത്. ഇക്കുറി പറയാൻ പറ്റില്ല. ചിലപ്പോൾ വോട്ട് കൂടാനും ചാൻസ് ഉണ്ട്, വോട്ട് കുറയാനും ചാൻസ് ഉണ്ട്. പറയാന് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നു, ഇപ്പൊ എല്ലാ ജനപ്രതിനിധികളും വരുന്നു വോട്ട് പണിക്കാൻ. പക്ഷെ ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഒരു ഫ്ലൈ ഓവർ ആണ്, റെയിൽവേ ട്രാക്കിൽ. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതുവരെ ഇതിനു വേണ്ടി ആരും ഒരു ശ്രമം ചെയ്തിട്ടില്ല. ഒരു ഫ്ലൈ ഓവറിന്റെ ആവശ്യമുണ്ട്, അതിന് ആര് ചെയ്താലും അവർക്കാണ് വോട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ പറയുന്നു. ആരായാലും വന്നാൽ ഒരു ഫ്ലൈ ഓവർ ഒന്നും ചെയ്യണം. ഇവിടെ ഓട്ടോക്കാർക്കായിട്ട് എല്ലാ വണ്ടിക്കാർക്കും ഈ നാട്ടുകാർക്കും മൊത്തം ബുദ്ധിമുട്ടാണ്. അതിനൊന്ന് ചെയ്തു തന്നാൽ അവർക്ക് വോട്ട് കൊടുക്കാന്നുള്ള ഒരു മനസ്സുണ്ട്. ആരും വന്നിട്ട് ഒന്നും പറയുന്നു ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഇത്ര കൊല്ലായി വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ജനങ്ങൾക്ക്. ഈ ഫ്ലൈ ഓവർ ഇല്ലാത്ത റെയിൽവേ ട്രാക്കിൽ ഒരു 15-20 മിനിറ്റ് എല്ലാം വണ്ടി കിടന്നിട്ടുണ്ടാവും. അതന്നെ പറയാനുള്ള. ആര് ജനപ്രതിനിധി വന്നാലും ഇതൊന്നും ചെയ്തു തന്നാൽ അതിന് ഞങ്ങൾ എത്തിച്ചിട്ട് ചെയ്യും. സ്ഥാനാർത്ഥികൾ മൂന്നും തിരക്കടില്ല. ആര് ജയിക്കും ആര് തോക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ മത്സരം ലീഗും BJP ആയിട്ട്. ഇവിടെ LDF ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ ഈ വികസന കാര്യമെല്ലാം ചെയ്ത കാര്യത്തിന് UDF ഇവിടെ വിജയിക്കണം. വേറെ വികസന കാര്യങ്ങളെല്ലാം നല്ല ഉൾപ്രദേശത്തെല്ലാം നല്ല ശരിക്കും ചെയ്തിന്. കടല പ്രദേശത്തും അങ്ങനെ നല്ല ചെയ്തിന്. അതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ജനസ്വാധീനമുള്ള വ്യക്തി തന്നെ AK. പിന്നെ പാവപ്പെട്ടവർക്കെല്ലാം നല്ല ആക്കി ഇന്നലെ വരെ സഹായിച്ചിന്. ആൾക്കൊന്നും പറയാൻ പറ്റില്ല. കുട്ടികൾ സുഖമില്ലാതെ സ്കൂൾ പഠിക്കുന്ന മക്കൾക്ക്, വീട് കെട്ടുന്നവർക്കും, ഇങ്ങനത്തെ എല്ലാത്തിനും അവന്റെ ഓഫീസിൽ നിന്ന് പോയിട്ട് മണിക്കലുണ്ട് കൊടുക്കുന്നു. ഇതുപോലെ ആര് പോയാലും കൊടുക്കും. ജാതി മതം നോക്കൂല. പിന്നെ നൈറ്റ് മത്സരമല്ലേ അതെ, 400 മത്സരം തന്നെ. എന്നെങ്കിലും UDF തന്നെ വിജയ സാധ്യതയുള്ള AK മസ്റഫ് 5 കൊല്ലം ഇവിടെ ഭരിക്കുന്നത്. നമ്മൾ അങ്ങടി പുറലേക്കൊന്നും വികസനം കൊണ്ടുവന്നിട്ടില്ല. പിന്നെ പള്ളിക്ക് റോഡ് പറഞ്ഞ് അതും പറഞ്ഞിട്ടില്ല. ആ കൊണ്ടുവന്ന് സ്കൂളിലേക്ക് ഇന്റർലോക്ക് മാത്രം കൊണ്ടുവന്നില്ല. ഇപ്പൊ വീട് സ്കൂളിന്റെ ആടെ ഇടിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അടുത്തേക്ക് അടുത്തേന്ന് പറഞ്ഞു തന്നില്ല. ഞങ്ങളെ ബഷീർ പോയിട്ട് നേരിട്ട് പോയിട്ട് അവരെ ലോക്കൽ സെക്രട്ടറി പോയിട്ടാണ് എല്ലാം റെഡിയാക്കിയത്. ഇപ്പൊ പണി നടക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം UDF ആണ്. അപ്പൊ അവരുടെ വികസനമായിട്ട് എന്തോ കാര്യമൊന്നുമില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം?
പറഞ്ഞാലോ അത് വെറുതെ പറയുന്നത് മാത്രം അത്രേ ഉള്ളൂ പറഞ്ഞോളൂ. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പറയണമെന്നില്ല അങ്ങനെ അപ്പൊ LDF വോട്ട് കൊടുക്കുന്നത്. വലിയ നോട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ AK മസ്റഫാണ് വരാൻ സാധ്യതയുള്ളത്. മുൻ MLA 5 കൊല്ലം വെച്ച AK മസ്റഫാണ്. അവർ തന്നെ വീണ്ടും വരാൻ നല്ല സാധ്യത. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുകയാണ് AK മസ്റഫ്. എല്ലാം ഇപ്പൊ പുതിയ റോഡ് വന്നതോടുകൂടി ബസ് സ്റ്റാൻഡ് എല്ലാം ബുദ്ധിമുട്ടായിരുന്നു. കൊസങ്ങടി ഭാഗത്താണ് ഉപ്പള മൊത്തത്തിന് ഹൈവേ മുഗരാൾ മുതൽ തലപ്പാടി വരെയുള്ള ബസ് സ്റ്റാൻഡിന് ബുദ്ധിമുട്ടായിരിക്കും. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതും കൂടി MLA വന്നാൽ ചെയ്തു തരണം. ആര് ജയിക്കുന്നതാണ്? ജയിക്കുന്ന AK മസ്റഫ് തന്നെ നല്ല വോട്ട് ജയിക്കും. ഹോസ്പിറ്റലാണ് ഇവിടെ മെയിനായിട്ട് വേണ്ടിയത്. രോഗികൾക്ക് ഇവിടെ മംഗലാപുരമാണ് ആശ്രയിക്കുന്നത്. കണ്ണൂർ വരെയുള്ള ആൾക്കാർക്ക് മംഗലാപുരത്തേക്കാണ് ഹോസ്പിറ്റൽ ആശ്രയിച്ചു പോകുന്നത്.